പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. എന്താണ് സോളിഡ്സ്? സോളിഡ്സിൻ്റെ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ്, അമോർഫസ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അവയുടെ പ്രത്യേകതകൾ, അവയുടെ രണ്ട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാണുകയുണ്ടായി. ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവയെ തരംതിരിച്ചിട്ടുള്ള അമോർഫസ്, ക്രിസ്റ്റലൈൻ എന്നുള്ളവയിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ പ്രത്യേകതകളും അവയുടെ തരംതിരിവുകളുമാണ്, ക്ലാസസുമാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ പ്രധാനമായിട്ടും ആറ്റോമിക്, മോളിക്കുലാർ, അയണിക്, കൊവാലന്റ്, മെറ്റാലിക് തുടങ്ങിയ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മോളിക്കുലാർ സോളിഡ്സ്, അയണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ് ആൻഡ് കൊവാലന്റ് സോളിഡ്സ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് മോളിക്കുലാർ സോളിഡ്സിനെ കുറിച്ചാണ്. എന്താണ് മോളിക്കുലാർ സോളിഡ്സ്? മോളിക്കുലാർ സോളിഡ്സ് തന്നെ വീണ്ടും വ്യത്യസ്ത ക്ലാസ്സസ് ആയിട്ട് തരംതിരിച്ചു. അവയുടെ പ്രത്യേകതകളും അവയുടെ ഉദാഹരണങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. എന്താണ് മോളിക്കുലാർ സോളിഡ്സ്? അപ്പോൾ നമ്മൾ കണ്ടു ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ 4 വ്യത്യസ്ത തരങ്ങൾ: മോളിക്കുലാർ, അയോണിക്, മെറ്റാലിക്, കൊവാലന്റ്. അതിൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് മോളിക്കുലാർ സോളിഡ്സ് ആണ്. മോളിക്കുലാർ സോളിഡ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. മോളിക്കുലാർ സോളിഡ്സിൻ്റെ അടിസ്ഥാന ഘടകം, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ്. ഈ പേരുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. മോളിക്കുലാർ സോളിഡ്സിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത് മോളിക്യൂൾസ് ആണ്. അതുകൊണ്ടാണ് ആ മോളിക്കുലാർ സോളിഡ്സ് എന്നുള്ള പേര് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഈ മോളിക്കുലാർ സോളിഡ്സ് തന്നെ വീണ്ടും 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ 3 തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന്. അതിൽ ഒരു വിഭാഗം നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയും, വേറൊരു വിഭാഗം പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയും, വേറൊരു വിഭാഗം ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയും. എങ്ങനെയാണ് ഇവ പോളാർ, നോൺ പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ് എന്നുള്ള തരം തിരിച്ചതെന്ന് ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, molecules, the molecular solids, they comprise of either atoms like argon, helium, etc., or molecules. They are formed by non-polar covalent bonds. Non-polar covalent bonds. അപ്പോൾ അവിടെ ബോണ്ടിങ് ആണ്, അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ആണ്, അട്രാക്റ്റീവ് ഫോഴ്സസ് ആണ് അവിടെ നോൺ പോളാർ എന്നുള്ള മോളിക്കുലാർ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷന് കാരണമായിട്ടുള്ളത്. ഓക്കെ, എക്സാമ്പിൾ ലൈക്ക് ആർഗൺ, കാർബൺ ടെട്രാക്ലോറൈഡ്, ഹൈഡ്രജൻ, അയോഡിൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ ആറ്റങ്ങളായിരിക്കാം. ഇപ്പോൾ ആർഗൺ എന്നുള്ളതിൽ ആറ്റമാണ്, അവ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് നോൺ പോളാർ ഇൻട്രാക്ഷൻ ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം, ഹൈഡ്രജൻ, അയോഡിൻ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ CCl4 തുടങ്ങിയിട്ടുള്ള മോളിക്യൂൾസ് ആവാം. ഇവയെല്ലാം ഇൻ ദി സോളിഡ്സ് ദ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആർ ഹെൽഡ് ടുഗെദർ ബൈ വീക്ക് വാണ്ടർവാൾ സോഴ്സസ്. ഇവയെല്ലാം വളരെ ശക്തി കുറഞ്ഞ വാണ്ടർവാൾ സോഴ്സസ് മുഖേന അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സസ് മുഖേനയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. Okay, so the bonding or interaction is London forces, weak van der Waals forces or dispersion forces. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബോണ്ടിങ്ങിൽ നമ്മൾ ഇത്തരം ഇൻട്രാക്ഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുക. അതിൽ ഡിസ്പേഴ്സൺ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ആണ്, അവ വീക്ക് വാൻ ഡർ വാൾസ് ഫോഴ്സിൽ വരുന്നതാണ്. അവയാണ് ഈ നോൺ പോളാറിൽ വരുന്നത്. ഓക്കെ, ഈ സോളിഡ്സ് സാധാരണഗതിയിൽ സോഫ്റ്റ് ആയിരിക്കും. ദേ ആർ സോഫ്റ്റ് ആൻഡ് നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ പ്രധാനമായിട്ടും സോഫ്റ്റ് ആയിരിക്കും, നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയുമായിരിക്കും, വൈദ്യുതി അധികം കടത്തിവിടാത്തതായിരിക്കും. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും. ആൻഡ് ആർ യൂഷ്വലി ഇൻ ലിക്വിഡ് ഓർ ഗ്യാഷ്യസ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ലിക്വിഡോ ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷൻസിൽ കാണാറുള്ളത്. ഇതാണ് നോൺ പോളാർ എന്ന് പറയുന്നത്. അപ്പോൾ പേരിൽ തന്നെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും. അടുത്തത് പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആണ്. എന്താണ് പോളാർ മോളിക്കുലാർ സോളിഡ്സ്? പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയുന്നതിലും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ മോളിക്യൂൾ തന്നെയാണ്. ദ മോളിക്കുലാർ സബ്സ്റ്റൻസസ് ലൈക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ് ഓർ സൾഫർ ഡൈ ഓക്സൈഡ് which are formed by polar covalent bonds. പോളാർ കോവാലന്റ് ബോണ്ട്സ് ഉണ്ടാകുന്നത് എപ്പോഴാണ് നമുക്കറിയാലോ. അവയുടെ ഇലക്ട്രോനെഗറ്റിവിറ്റികൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് ഇത്തരം ബോണ്ട്സ് ഉണ്ടാവുക, നമ്മൾ നേരത്തെ പഠിച്ചത്. സോ they are formed by polar covalent bonds. The molecules in such solids are held together by relatively stronger.
അത് വീക്ക് തന്നെയാണ്, എന്നാലും റിലേറ്റീവ്ലി സ്ട്രോങ്ങർ. അപ്പോൾ നമ്മൾ ആ ബോണ്ടിങ്ങിൽ പഠിച്ച ഡിസ്പേഴ്സൺ ഫോഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്ന ഡൈപോൾ ഇന്ററാക്ഷൻസ് ഒക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, സോ ദീസ് ആർ ഹെൽഡ് ടുഗദർ ബൈ വീക്ക് ഡൈപോൾ ഇന്ററാക്ഷൻസ്. ഓക്കെ, ഇവയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോൺ കണ്ടക്റ്റീവ് ആണ്, സോഫ്റ്റ് ആണ്, അതിലൊന്നും യാതൊരു മാറ്റവും. അതേപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ്സ് ആർ ഹയർ ദാൻ നോൺ പോളാറിനേക്കാളും കൂടുതലായിരിക്കും, കാരണം ഇതിൽ പോളാർ ഇന്ററാക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് ഹയർ ദാൻ നോൺ പോളാർ എന്ന് പറയുന്നത്. സ്റ്റിൽ ഇറ്റ് ഈസ് ലോവർ. ഇത്രയാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. ഓക്കെ, ഇതും അതേപോലെ തന്നെ ഗ്യാസ് ലിക്വിഡ്സ് ആയിട്ട് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുക. ദീസ് എക്സിസ്റ്റ് ആസ് ഗ്യാസസ് ഓർ ലിക്വിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സോളിഡ് സൾഫർ ഡയോക്സൈഡ്, അതേപോലെ തന്നെ സോളിഡ് അമോണിയ, ഇതൊക്കെ നമുക്ക് ഇതിൽ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇതിലൊരു അമോണിയ NH3 സോളിഡ്, NH3SO2, സോളിഡ് SO2, സോളിഡ് HCl, ഇങ്ങനെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഇതിൽ. ഇത് പോളാർ ആയിട്ടുള്ള ഈ ഡൈപോൾ ഇന്ററാക്ഷൻ കാണിക്കുന്ന മോളിക്യൂൾസിനെ നമുക്ക് ഈ വിഭാഗത്തിൽ പെടുത്താം. ഇനി മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് ഹൈഡ്രജൻ ബോണ്ടഡ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്താ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 4 ആറ്റമാണ് ആ മോളിക്യൂൾസിലെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് കാരണമാവുന്നത്. ഒന്ന് ഹൈഡ്രജൻ തന്നെയാണ്. പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ പറയുകയാണെന്ന് വെച്ചാൽ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ഇതാണല്ലോ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് കാരണമാവുന്നത്. സോ മോളിക്യൂൾസ് ഓഫ് സച്ച് സോളിഡ്സ് കണ്ടെയ്ൻ polar covalent bonds between hydrogen and oxygen, fluorine or nitrogen atoms. ഇതാണ് സംഭവം ഹൈഡ്രജൻ ബോണ്ടഡ് ആവാനുള്ള കാരണം. ഇവിടെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഹൈഡ്രജൻ ഓഫ് വൺ ആറ്റം ആൻഡ് ദ ഇലക്ട്രോനെഗറ്റീവ് എലിമെന്റ്സ് ലൈക്ക് ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ ഓഫ് അനദർ മോളിക്യൂൾ. ഇങ്ങനെയാണ് നമ്മൾ അതിനെ പറയുക. അപ്പോൾ ബോണ്ടിങ് ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങുള്ള എക്സാമ്പിൾസ് നമുക്ക് കൂടെ പറയാം, കുഴപ്പമൊന്നുമില്ല. H2O is an example for this one. H2O. Strong hydrogen bond binds molecules in these type of solids. H2O solid എന്ന് പറയുമ്പോൾ നമ്മൾ ഐസ് ആണല്ലോ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കാനില്ല. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നോൺ കണ്ടക്ടേഴ്സ് ആണ്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള പ്രിലിമിനറി റിക്വയർമെന്റ്സ് ഒന്നും ഇവിടെ ഇല്ല. They are volatile liquids or soft solids at room temperature and pressure. ഓക്കെ, ഈ സോഫ്റ്റ്നെസ് ഇതിലെല്ലാം നമുക്ക് ഒരേപോലെ പറയാവുന്നതാണ്. അപ്പോൾ ഈ മൂന്നെണ്ണം വളരെ സിമ്പിളായിട്ട് അവയുടെ ഇന്ററാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന, അതേപോലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ പേര് വന്നുകൊണ്ടുള്ള ഒരു ടൈപ്പ് സോളിഡ് ആണ് നമ്മൾ മോളിക്കുലാർ സോളിഡ്സ് ആയിട്ട് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് അയോണിക് സോളിഡ്സ് ആണ്. അയോണിക് സോളിഡ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് മനസ്സിലായി. അയോൺസ് ആണ് അതിൻ്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇന്ററാക്ഷൻ വരുന്നത് അയണിക് ബോണ്ടിങ് അല്ലെങ്കിൽ കൊളംബിക് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും ഇതിൽ വരും. അതൊക്കെ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലായി ഇല്ലേ. ഇനി അതേപോലെ തന്നെ ഇതിനെ നമുക്കൊന്നും കൂടി വിശാലമായിട്ട് പറഞ്ഞാൽ സച്ച് സോളിഡ്സ് ഫോംഡ് ബൈ ദ 3-dimensional arrangements of cations and anions. അപ്പോൾ അയോണിക് എന്ന് പറയുമ്പോൾ കാറ്റിയോൺസ് ആനിയോൺസ് വേണമല്ലോ, അതുകൊണ്ടാണ്. സോ 3-dimensional arrangement of cations and anions, they bound by, അവിടെ അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് Coulombic interaction. So they are bound by strong Coulombic forces or electrostatic forces. Okay, so these solids are hard and brittle in nature. നമുക്കറിയാലോ അയണിക് സോളിഡ്സ് പൊതുവെ വളരെ ഹാർഡ്. അപ്പോൾ ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ്, ഇറ്റ് ഈസ് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. അപ്പോൾ അതതിൻ്റെ ഒരു ജനറൽ നേച്ചർ ആയിട്ട് പറയുന്നത് ദീസ് ആർ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആയിരിക്കും ഇവ ഉണ്ടാവുക. ഈ ക്രിസ്റ്റലൈൻ നേച്ചറിൽ അത് സോളിഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ അയോൺസിന് മൂവ്മെന്റ് ഒന്നുമില്ല. ഇറ്റ് കനോട്ട് മൂവ്. They are not free to move. അതുകൊണ്ട് തന്നെ അവ കണ്ടക്ടിവിറ്റി കാണിക്കില്ല. They are insulators in the solid state. പക്ഷെ അത് ഉരുകി കഴിഞ്ഞാൽ in the molten state or when dissolved in water in a solvent, ഒരു സോൾവെന്റിൽ അല്ലെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉരുകിയോ മെൽറ്റ് ചെയ്യുന്ന അവസ്ഥയിലൊക്കെ അത് കണ്ടക്ടിവിറ്റി കാണിക്കും. കാരണം അപ്പോൾ അയോൺസ് ആർ ഫ്രീ ടു മൂവ്. അയോൺസ് അപ്പോൾ എന്തായി, they become free to move, so they can carry electricity. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ, ഉരുകിയ ലയിച്ച കണ്ടീഷൻസിൽ അത് കണ്ടക്ടേഴ്സ് ആണ്. പക്ഷെ സോളിഡ്സിൽ അത് കണ്ടക്ടേഴ്സ് അല്ല. ഇത്രയാണ് അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, മെറ്റാലിക് സോളിഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ തന്നെ പേര് നമുക്ക് മനസ്സിലായി, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് മെറ്റൽസ് ആണ്. അപ്പോൾ മെറ്റൽസ് ആണ്. അപ്പോൾ നമുക്ക് ബോണ്ടിങ് പറയുമ്പോൾ മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറയേണ്ടി വരും. മെറ്റാലിക് ബോണ്ടിങ്ങിനെ കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കേണ്ടി വരും എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ, മെറ്റൽസ് ആർ ഓർഡർലി കളക്ഷൻ ഓഫ് പോസിറ്റീവ് അയോൺസ് സറൗണ്ടഡ് ബൈ എ സീ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ സിമ്പിളായിട്ട് പറയാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് നമുക്ക് കൺസെപ്റ്റ് നമുക്ക് മനസ്സിൽ വരണം. കൺസെപ്റ്റ് വരാൻ നമുക്ക് പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മെറ്റാലിക് സോളിഡ്, ഇരുമ്പ്, Fe, നമ്മൾ എക്സാമ്പിൾ കൊടുത്ത ഇരുമ്പ്, Fe, കോപ്പർ, സിൽവർ, മാഗ്നീഷ്യം, എക്സാമ്പിൾസ് നമുക്ക് കൊടുക്കാം.
അപ്പോൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു ആറ്റം അല്ല നമ്മൾ എടുക്കേണ്ടത്, അതൊരു ക്രിസ്റ്റൽ ആയിട്ട് എടുക്കുക, ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആയിട്ട് എടുക്കുക, ഒരു പീസ് എടുക്കുക എന്നുള്ളത് വേണമെങ്കിൽ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ആ പീസിന്റെ അകത്ത് ഇരുമ്പ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, കുറേ അയേൺ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇത് അറേഞ്ച് ചെയ്യുന്നത് പോസിറ്റീവ്ലി അയോൺസ് ആയിട്ടാണ്. അതായത് സാധാരണ മെറ്റൽസ് എല്ലാം ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ ഉള്ളതാണ്. ഇലക്ട്രോ പോസിറ്റീവ് അതായത് അതിന്റെ പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസ് ലൂസ്ലി ബോണ്ടഡ് ആണ് എന്നാണ് ആ പറഞ്ഞതിന്റെ മീനിങ്. അത്രേ ഉള്ളൂ. അതിന്റെ ന്യൂക്ലിയസിനോട് വേണ്ടത്ര അട്രാക്ഷൻ ഇല്ലാതെ ഇരിക്കുന്ന കുറച്ച് ലൂസ്ലി ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ലൂസ്ലി ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റങ്ങളാണ് പൊതുവേ മെറ്റൽസിലുള്ളത്. അതുകൊണ്ടാണ് അവ കണ്ടക്റ്റീവ് ആവുന്നത്. അപ്പൊ ഇവർ ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ എങ്ങനെയായിരിക്കുന്നത് വെച്ചാൽ, ക്രിസ്റ്റൽ ലാറ്റിസിൽ ഇവ ഈ പുറത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ നമ്മൾ മൈനസ് ചെയ്തുകൊണ്ട് പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോണിനെ മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നർ കോർ, അതിന് അകത്തുള്ളത് ഈ ഔട്ടർമോസ്റ്റ് ഷെല്ല് കഴിഞ്ഞാൽ ആ പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മൾ കോർ എന്നാണ് പറയാം. ആ കോറിനെ കേന്ദ്രം എന്ന് പറയാം. ആ കോറിനെ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. കാരണം ഇലക്ട്രോൺ നഷ്ടപ്പെട്ട പോലെയാണല്ലോ. അപ്പോൾ ബാക്കിയുള്ളത് പോസിറ്റീവ് എന്നുള്ള രൂപത്തിലാണ്. അതാണ് നമ്മൾ പോസിറ്റീവ് അയോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആറ്റങ്ങളൊക്കെ, ഈ അയൺ ആറ്റങ്ങളൊക്കെ പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു ക്രമത്തിൽ അങ്ങനെ ഇരിക്കുക. ഇവ ഇരിക്കുന്നതിന്റെ ചുറ്റിപ്പ് എന്തുണ്ട്? ഈ പുറത്തെ ഷെല്ലിൽ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതാണ് ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇൻ എ സീ, കടൽ. അപ്പൊ ഇലക്ട്രോണുകളുടെ ഒരു കടലിൽ കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഈ മെറ്റൽ പോസിറ്റീവ് അയോൺസ്, ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു മെറ്റാലിക് സോളിഡ് ആയിട്ട് പറയാറുള്ളത്. ഏത് മെറ്റൽ പറഞ്ഞാലും അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിലേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതല്ല. ഇവ തമ്മിലുള്ള ഇന്ററാക്ഷൻ നമ്മൾ മെറ്റാലിക് ബോണ്ടിങ് എന്നാണ് പറയുക. നമ്മൾ എന്താ പറയുക? മെറ്റാലിക് ബോണ്ടിങ് എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ പറയാൻ പറ്റി. മെറ്റാലിക് ബോണ്ടിങ് എന്താണെന്ന് പറയാൻ പറ്റി. പിന്നെ മെറ്റൽസിന്റെ ക്രിസ്റ്റലൈൻ സോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് പറയാൻ പറ്റി. ഇനി ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ കണ്ടക്ടിവിറ്റി പറയുമ്പോൾ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാണ് അതിന്റെ നേച്ചർ എന്ന് പറയുന്നത്. മെറ്റൽസ് ആവുകൊണ്ട് മെറ്റൽസിന് കുറച്ച് പ്രത്യേക സ്വഭാവങ്ങൾ ഉണ്ടാവും. മെറ്റൽസ് കണ്ടക്റ്റീവ് ആണ്. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. ബിക്കോസ് എന്തുകൊണ്ടാണ് കണ്ടക്ടേഴ്സ് ആവുന്നത്? കാരണം അതിൽ ഈ മൊബൈൽ ഇലക്ട്രോൺസ് ഉണ്ട്, ചലിക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസിന് ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഈച്ച് മെറ്റൽ ആറ്റം കോൺട്രിബ്യൂട്ട് വൺ ഓർ മോർ ഇലക്ട്രോൺ ടുവേർഡ്സ് ദി സീ ഓഫ് മൊബൈൽ ഇലക്ട്രോൺസ് ആൻഡ് ദീസ് മൊബൈൽ ഇലക്ട്രോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ടിവിറ്റി. ഈ മൊബൈൽ ഇലക്ട്രോൺസ് ആണ് ഈ ചാർജ്, ഈ കറണ്ട് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അവ കണ്ടക്ടേഴ്സ് ആണ്. അത് ഹീറ്റിനും കണ്ടക്ടേഴ്സ് ആണ്, ഇലക്ട്രിസിറ്റിക്കും കണ്ടക്ടേഴ്സ് ആണ്. മനസ്സിലായില്ലേ? അതേപോലെ വേറൊരു പ്രോപ്പർട്ടിയാണ് മെറ്റാലിക് ലെസ്റ്റർ. ലോഹദ്യുതി എന്ന് പറയും. ലോഹങ്ങൾ തിളങ്ങും, മുറിഭാഗം തിളങ്ങും. ഒരു ഇരുമ്പൊക്കെ പീസ് നമ്മൾ മുറിക്കുമ്പോൾ ആ മുറിഭാഗം നന്നായിട്ട് തിളങ്ങുന്നത് കാണാൻ പറ്റും. അതിനെ നമ്മൾ മെറ്റാലിക് ലെസ്റ്റർ എന്നാണ് പറയുക. ലെസ്ട്രസ് ഇൻ നേച്ചർ. അത് ലോഹങ്ങൾക്കുള്ളതാണ്. ലോഹഭാഗം, അതിനൊക്കെ ഈ മൊബൈൽ ഇലക്ട്രോൺസ് ആണ് കാരണമായിട്ടുള്ളത്. മനസ്സിലായില്ലേ? പിന്നെ വേറെന്നുള്ളത്, ഇത് നമുക്ക് അടിച്ചു പരത്താം. ലോഹങ്ങളെ നമുക്ക് ഷീറ്റുകളാക്കി മാറ്റാം. ഓക്കെ. അതേപോലെ വലിച്ചു നീട്ടുകയും ചെയ്യാം, നേർത്ത കമ്പികളാക്കി മാറ്റാം. ഇത് നമ്മൾ മെലിയബിൾ ആൻഡ് ഡക്റ്റൈൽ എന്നാണ് പറയുക. അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും കഴിയുന്നവയാണ്. ഇതൊക്കെ ഈ ലെസ്ട്രസ് പ്രോപ്പർട്ടി, കണ്ടക്ടിവിറ്റി, മെലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇതൊക്കെ ലോഹങ്ങളുടെ പൊതു സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ നേച്ചറുകളൊക്കെ ഇവയ്ക്ക് ഉണ്ടാവും. ഓക്കെ. മെറ്റാലിക് സോളിഡ്സിലുണ്ടാവും. ഇനി നമുക്ക് നാലാമത്തെ ക്ലാസ് ആയ കൊവാലന്റ് നെറ്റ്വർക്ക് സോളിഡ്സ്. ആ പേരിലുണ്ടല്ലോ, അവിടെ സ്ട്രോങ് കൊവാലന്റ് ബോൺസ് ആണുള്ളത്. ഓക്കെ. ഈ കൊവാലന്റ് ബോൺസ് കൊണ്ട് ഇവ കണക്ട് ചെയ്ത് ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കൊവാലന്റ് ബോൺസുകൾ ഏത് തമ്മിലാണ് ഉണ്ടാവുക? ആറ്റങ്ങൾ തമ്മിലാണ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെന്താണ്? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ, ആറ്റങ്ങളാണ്. So the constant particles in these type of solids are atoms. And what is the type of bonding? These atoms connect through covalent bonding. ഈ ആറ്റങ്ങൾ എങ്ങനെയാണ്? അവ covalent bondingലൂടെയാണ് കണക്ട് ചെയ്തത്. So this type of solids formed by covalent bonds between adjacent atoms throughout the crystal. ആ ക്രിസ്റ്റലിൽ ആ ബോണ്ടിങ് കംപ്ലീറ്റ് എല്ലായിടത്തും ഉണ്ടാവും. രണ്ട് ആറ്റങ്ങൾ ചേർന്ന ഒരു മോളിക്യൂൾ ആയതിനു ശേഷം പിന്നെ അടുത്തതിലേക്ക് പിന്നെ മറ്റ് ടൈപ്പ് ഇൻട്രാക്ഷൻസ് ആണ് എന്നല്ല നമ്മൾ പറയുന്നത്. ഓൾ ആർ കൊവാലന്റ് ബോൺസ്. അത് നെറ്റ്വർക്കായിട്ട് ആ സോളിഡിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവും. അങ്ങനെ ഇവ ഒരു ജയന്റ് മോളിക്യൂളായിട്ട് മാറും. ജയന്റ് എന്ന് പറഞ്ഞാൽ വലിയ ബിഗ് മോളിക്യൂൾ, അതിനെയാണ് ജയന്റ് മോളിക്യൂൾ. അപ്പോൾ ഇവ ഒരു ജയന്റ് മോളിക്യൂൾസും കൂടിയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ വലിയ ഒരു മോളിക്യൂളായിട്ട് മാറും. കൊവാലന്റ് ബോൺസ് ആർ സ്ട്രോങ് ആൻഡ് ഡിറക്ഷണൽ ഇൻ നേച്ചർ. കൊവാലന്റ് ബോൺസിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കൊവാലന്റ് ബോൺസ് ആർ സ്ട്രോങ് ആണ്, ഒരു സംശയമൊന്നുമില്ല.
അവയ്ക്ക് ഡിറക്ഷണൽ നേച്ചറും ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ വ്യത്യസ്ത ഷേപ്പുകളൊക്കെ മോളിക്യൂൾസിന് പറയുന്നത്, ഇല്ലേ? നമ്മൾ ടെട്രാഹൈഡ്രൽ ഷേപ്പ് എന്ന് പറയും, ഒക്ടാഹൈഡ്രൽ ഷേപ്പ് എന്ന് പറയും. ഇങ്ങനെ വ്യത്യസ്ത ഷേപ്പുകൾ പറയാനുള്ള കാരണം അതാണ്, ദീസ് ഹാവിങ് ഡിറക്ഷണൽ നേച്ചർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പ്രത്യേക ഷേപ്പുകൾ ഉണ്ടാവും എന്നാണ് ആ നെറ്റ്വർക്ക്, 3 ഡയമെൻഷൻ നെറ്റ്വർക്ക് സ്ട്രക്ചർ ഒരു 3D സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മാത്രമല്ല ഇവ സ്ട്രോങ് ബോണ്ടിങ് ആയതുകൊണ്ട് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആയിരിക്കും. വളരെ ഹാർഡും വളരെ ബ്രിട്ടിലും ആയിട്ടുള്ള സോളിഡ്സ് ആയിരിക്കും ഈ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവയുടെ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് വളരെ വളരെ ഹൈ ആയിരിക്കും, വളരെ വളരെ ഹൈ ആയിരിക്കും. കാരണം ഈ ബോൺസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് വേണം നമുക്ക് എന്താവാൻ, ഇവയെ മെൽറ്റ് ചെയ്യിക്കാനോ ബോയിൽ ചെയ്യാനോ. സോ they having very high melting and boiling points. മനസ്സിലാവുണ്ടല്ലോ. ഒരു പക്ഷേ അവ ഇത് മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഡിക്കമ്പോസ് ചെയ്ത് പോകാൻ വരെയുള്ള സാധ്യതയുള്ള അത്രയും മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ്സ് ആണ് ഇവയ്ക്ക് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ക്വാർട്സ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, അലൂമിനിയം നൈട്രൈഡ്. ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ടാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ടൈപ്പാണ് നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ ഒരു ടൈപ്പിന്റെ പിക്ചർ റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കോവാലന്റ് ഓർ നെറ്റ്വർക്ക് ഓർ ജയന്റ് മോളിക്യൂളിന്റെ സ്ട്രക്ചറാണ്. ഇതിൽ ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനൊരു പ്രത്യേക, ഇത് കാർബൺ ആറ്റംസ് ആണ്. ഓൾ ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ദീസ് ഫസ്റ്റ് സ്ട്രക്ചർ ഈസ് ഓഫ് ഡയമണ്ട് ആൻഡ് ദ സെക്കൻഡ് സ്ട്രക്ചർ ഈസ് ഓഫ് ഗ്രാഫൈറ്റ്. First structure, in these two structures, all these are carbon atoms. It is made up of carbon atoms. എല്ലാം കാർബൺ ആറ്റങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഓൾ ദി ബോൺസ് ആർ കോവാലന്റ് ഇൻ നേച്ചർ ഇൻ ദിസ് ഡയമണ്ട്. ഡയമണ്ടിലെല്ലാം കോവാലന്റ് നേച്ചറിലുള്ള ബോൺസ് ആണ് എല്ലാം. അപ്പം കാർബൺ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആണ് ഉണ്ടാവുക നമുക്കറിയാം. അപ്പോൾ ടെട്രാഹൈഡ്രലി ദീസ് കോവാലന്റ് ബോൺസ് ആർ ഡയറക്റ്റഡ് ഇൻ സ്പേസ്. സ്പേസിൽ ഇത് ടെട്രാഹൈഡ്രലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് അടുത്ത കാർബണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും, മറ്റേത് അതിന്റെ അടുത്ത കാർബണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എല്ലാ കാർബൺ ഈ പറഞ്ഞ ബോണ്ടായിരിക്കും, കോവാലന്റ് ബോണ്ടായിരിക്കും. ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും അവ തമ്മിലുണ്ടാവും. 154 പൈക്കോമീറ്റർ ആയിരിക്കും. പക്കാ കോവാലന്റ് sp3 ഹൈബ്രിഡൈസ്ഡ് ആണത്. ഓക്കെ, അടുത്ത സ്ട്രക്ചറിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക, ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ ആണ്. ആ ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ നമുക്ക് ഒരു സിംഗിൾ സ്ട്രക്ചർ മാത്രം എടുത്ത് നോക്കിയാൽ അത് ഹെക്സഗണൽ ആണ്. ഒരു ഹെക്സഗണൽ അടുത്ത ഹെക്സഗണലുമായിട്ട്, അതിന്റെ അടുത്ത ഹെക്സഗണലുമായിട്ട്, അതിന്റെ അടുത്ത ഹെക്സഗണലുമായിട്ട്, ഇങ്ങനെ ഹെക്സഗണൽ കണക്ഷൻസ് ആണ് അതിനുണ്ടാവുക. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ലെയർ ലൈക്ക് സ്ട്രക്ചറാണ് കിട്ടുക. ഒരു ലെയർ ആയിട്ടാണ് ഫോം ചെയ്യുക. ഈ ലെയറിന്റെ, ഈ ഹെക്സഗണൽ സ്ട്രക്ചറിലുള്ള, ഈ ലെയറിലുള്ള ഹെക്സഗണൽ സ്ട്രക്ചറിലെ 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത്, അതാണ് അതിന്റെ ബോണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് പറയുക. അത് പക്ഷേ ഡയമണ്ടിലെ പോലെ 154 ഇല്ല, അത് 141.5 പൈക്കോമീറ്ററേ ഉള്ളൂ. അത് ആ ഹെക്സഗണൽ നേച്ചറിലെല്ലാം ഉണ്ട്. മാത്രമല്ല ഇവിടെ ഹൈബ്രിഡൈസേഷനിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp2 ആണ്, ഡയമണ്ടിലത് sp3 ആണ്, ഇത് sp2 ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. മാത്രമല്ല ഈ ലെയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെയറിന്റെ അകത്തുള്ള കാർബൺ ഡിസ്റ്റൻസ് പോലെയല്ല. ലെയറുകൾ തമ്മിൽ 340 പൈക്കോമീറ്റർ ആണ് ഡിസ്റ്റൻസ്, 340 പൈക്കോമീറ്റർ ഡിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ. അത് കൂടുതലുണ്ട്. അത് ഈ കാർബൺ ഡയമണ്ടിലുള്ള കാർബൺ ബോണ്ടിനേക്കാളും ഡബിൾ ആയിട്ട് കാണും നമുക്ക്. ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. അതുകൊണ്ട് തന്നെ ഈ 2 ലെയേഴ്സ് തമ്മിൽ ഇന്ററാക്ഷൻ വളരെ കുറവാണ്, കുറച്ച് വീക്കാണ്. എന്നാൽ ലെയറിന്റെ അകത്തുള്ള എല്ലാ കാർബൺ ആറ്റവും 141.5 പൈക്കോമീറ്ററിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, മാത്രമല്ല ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫ്രീ ഇലക്ട്രോൺ അതിലുണ്ടാവണം. ആ ഫ്രീ ഇലക്ട്രോൺ ഇൻ ബിറ്റ്വീൻ ലെയേഴ്സിലാണ് ഉണ്ടാവുക, ഈ ലെയേഴ്സിന്റെ ഇടയ്ക്കാണ് ഉണ്ടാവുക. അവ മൊബൈലാണ്, ഫ്രീ ആയിട്ട് ഡിലോക്കലൈസ്ഡ് ആണെന്ന് തന്നെ പറയാം. സ്വാഭാവികമായിട്ട് അവയ്ക്ക് കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റും, കണ്ടക്ടിവിറ്റി കാണിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാഫൈറ്റിനെ കണ്ടക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നോൺ മെറ്റാലിക് കണ്ടക്ടറാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അതിന് കാരണം ഈ ഫ്രീ ഇലക്ട്രോൺ ആണ്. മനസ്സിലായില്ല? മാത്രമല്ല ഈ 2 ലെയേഴ്സും പരസ്പരം തെന്നി മാറുന്നതുകൊണ്ട് ഇത് നമ്മൾ ലുബ്രിക്കൻസ് ആയിട്ട്, സോളിഡ് ലുബ്രിക്കൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുവെന്ന് കഴിഞ്ഞ വർഷം നമ്മൾ പഠിക്കേണ്ടായി. അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയുമാണ് നമ്മൾ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓഫ് കോവാലന്റ് സോളിഡ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ക്ലാസ്സസ് ഏതൊക്കെയാണെന്നും അവയുടെ പ്രത്യേകത, അവയുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ, അവയുടെ എക്സാമ്പിൾസ്, ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസിഫൈ ദ ഫോളോയിങ് solids in different categories based on the nature of intermolecular forces operating in them. അപ്പോൾ കുറച്ച് സോളിഡ്സ് തന്നിട്ടുണ്ട്. We have to classify that into different categories based on the nature of intermolecular forces. അവയുടെ intermolecular ഫോഴ്സസിനനുസരിച്ച് നമ്മൾ അവയെ ക്ലാസിഫൈ ചെയ്യണം. ഓരോന്നായിട്ട് നോക്കാം. പൊട്ടാസ്യം സൾഫേറ്റ് ഒരു അയണിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ഇറ്റ് ഇസ് ആൻ അയണിക് സോളിഡ്. ടിൻ ഇറ്റ് ഇസ് എ മെറ്റാലിക് സോളിഡ്. ഓക്കെ, ബെൻസീനിൽ നമ്മൾ ഏത് തരത്തിലുള്ള
നേച്ചറാണ് കാണുന്നത്, C6H6. ഇറ്റ് ഈസ് മോളിക്കുലാർ സോളിഡ്സ്. ദെൻ യൂറിയ ആൾസോ മോളിക്കുലാർ. അമോണിയ, as we know, it is a molecular solid. Water also molecular solid. Zinc sulfate ionic. Graphite is covalent. Rubidium is metallic. Argon is molecular. Carbon, silicon carbide, SiC എന്ന് പറയുന്നത് covalent. So we can classify all this, right? ഇനി next question, solid A. Some solid is very hard electrical insulator in solid as well as in molten state and melt at extremely high temperature. അപ്പോൾ ഇൻസുലേറ്റർ ആയിരിക്കണം അത് സോളിഡിലും മോൾട്ടൺ സ്റ്റേറ്റിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അയോണിക് ആണെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ അത് എന്തായിരിക്കണം, അത് കണ്ടക്ടേഴ്സ് ആയിരിക്കണം. ഇവിടെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്. മാത്രമല്ല ഇറ്റ് മെൽറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കണം, ഇത് കോവാലന്റ് ഓർ നെറ്റ്വർക്ക്ഡ് ആയിരിക്കണം. Right. Next is ionic solids conduct electricity in molten state but not in solid state. Explain. Ionic solids molten state ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുകയും സോളിഡ് സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, അയോൺസ് ആർ നോട്ട് ഫ്രീ. അയോൺസ് ആർ നോട്ട് ഫ്രീ ടു മൂവ്. അയോൺസ് ആർ നോട്ട് ഫ്രീ ടു മൂവ് about when they are in the solid state because all these ions are perfectly arranged in the crystalline solid. മനസ്സിലായില്ലേ? അപ്പോൾ അവയ്ക്ക് മൂവ്മെന്റ് ഇല്ല. സോ ദാറ്റ് ബിക്കം ഇൻസുലേറ്റേഴ്സ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. പക്ഷെ അത് മെൽറ്റ് ചെയ്യുമ്പോൾ ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇൻ ദ ഡിസോൾവ്ഡ് സ്റ്റേറ്റ്. മോൾട്ടൺ സ്റ്റേറ്റിൽ മാത്രമല്ല ഡിസോൾവ് ചെയ്യുന്ന സ്റ്റേറ്റിൽ ഇത് തന്നെയാണ്. അയോൺസ് ബിക്കം ഫ്രീ. അയോൺസ് ബിക്കം ഫ്രീ ടു മൂവ്. അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വന്നു. അവ മെൽറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലയിക്കുമ്പോഴോ. സോ they become free to move about and they can conduct electricity. Okay.